സെക്രട്ടറി. അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനം ബഹുമാന്യനായ യൂണിയൻ പ്രസിഡന്റ് സുരേഷിനോട് ഉദ്ഘാടനം ചെയ്യുന്നു. നൂറ്റി 171 ഗുരുദേവൻ്റെ ജയന്തിയോടനുബന്ധിച്ച് നെട്ടയം SNDP ശാഖയിൽ നിന്ന് ആരംഭിച്ച വാഹന ഘോഷയാത്ര ഈ നെട്ടയത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിച്ച് അതിനുശേഷം ഒരു അവാർഡ് ദാനം സംഘടിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട താലൂക്ക് പ്രസിഡന്റ് സുന്ദര സർക്കാരിനെയും ബഹുമാന്യനായ മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജായ് സാറ് മുൻപന്റുകൾ നൽകുകയും ചെയ്യുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള വാഹന ഘോഷയാത്രയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എല്ലാ നല്ലവരായ നാട്ടുകാരെയും നെട്ടയം SNDP ശാഖയുടെ പേരിൽ നെട്ടയം തമ്മിൽ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ശ്രീ സുനിൽകുമാർ അവരെ ക്ഷണിക്കുന്നു. 171 ജയന്തിയോട് അനുബന്ധിച്ച് 474 നമ്പർ SNDP ശാഖ സംഘടിപ്പിക്കുന്ന പുതിയ പരിപാടിയാണ് നടക്കുന്നത്. ഇതിന്റെ അധ്യക്ഷത വഹിച്ചതിന് വേണ്ടി വൈകുന്ന സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൻ മന്ത്രി രായ് സാറിനെ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താനിരിക്കുന്ന ദേവൻ പോറ്റിയെ ഈ 476 SNDP ശാഖയുടെ പേരിൽ സഹർഷം സ്വാഗതം ചെയ്യുന്നു. 171ാമത് ജയന്തിയോടനുബന്ധിച്ച് 474 നമ്പർ SNDP ശാഖ സംഘടിപ്പിച്ചിരിക്കുന്ന ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഈ പൊതുസമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കേണ്ടുന്നത് പുനലൂർ SNDP യൂണിയന്റെ ബഹുമാന്യനായിട്ടുള്ള സെക്രട്ടറി ശ്രീ ഹരിദാസ് സാറാണ്. അതോടൊപ്പം തന്നെ ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്നത് ബഹുമാന്യനായിട്ടുള്ള യൂണിയൻ പ്രസിഡന്റ് ശ്രീ TK സുന്ദരേശൻ സാറാണ്. എന്നാൽ നമുക്കറിയാം പുനലൂർ SNDP യൂണിയനിലെ 71 ശാഖകളിലും ഇന്ന് ജയന്തി ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് 2023 അഞ്ചലിൽ വെച്ച് നമ്മൾ സംയുക്ത ചതയദിന ആഘോഷം സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം 3 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു കോമൺ ആയിട്ടുള്ള ചതയദിന ആഘോഷം നടത്തുന്നത്. ഈ വർഷം കൗൺസിൽ തീരുമാനിച്ചത് അതാത് ശാഖകളിൽ ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിക്കണമെന്നുള്ളതാണ്. എന്നാൽ എല്ലാ ശാഖകളിലും ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ പൊതുസമ്മേളനങ്ങൾ വെച്ചിരിക്കുന്നത്. പ്രസിഡന്റും സെക്രട്ടറിയും പ്രദീപ് സാർ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും കൗൺസിൽ അംഗങ്ങൾ ഓരോ ശാഖയില് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ യൂണിയൻ കൗൺസിലർ ശ്രീ ബൈജു അവർ, ഇവിടെ മുഖ്യ പ്രഭാഷകനായെത്തിയിട്ടുള്ള വെളിത്തട്ട് മഠം പട്ടപ്പാറ ശ്രീ ദേവൻ പോറ്റി അവർ, ഇനി ഇവിടെ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്ന SNDP യൂണിയന്റെ താലൂക്ക് പ്രസിഡന്റ് TK സുന്ദരേശൻ അടക്കം ഉള്ള SNDPയുടെ ഭാരവാഹികൾ, താലൂക്ക് യൂണിയൻ സെക്രട്ടറി ഹരിദാസ്, യൂണിയൻ വൈസ് പ്രസിഡന്റ് S പ്രദീപ് കുമാർ,
ശ്രീ എ ജെ പ്രദീപ് സാറ്, അതിന് SNDP-യുമായി ബന്ധപ്പെട്ടുള്ള ഭാരവാഹികൾ, ഇവിടെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന വിദ്യാർത്ഥിനികളെ, നല്ലവരായ നാട്ടുകാരെ, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ഭാരവാഹികളായ ഹരിദാസ്, വനിതാ സംഘം പ്രസിഡന്റ് ബീന അബ്ദുൽ, പ്രിയപ്പെട്ട മറ്റ് ഭാരവാഹികളെ, നല്ലവരായ നാട്ടുകാരെ, അവാർഡുകൾ വിതരണം ചെയ്യുക എന്നുള്ള കർത്തവ്യമാണ് എന്നെ ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ ചതയദിനം വളരെ വിപുലമായി എല്ലാ കേന്ദ്രങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും, കേരളത്തിൽ മാത്രമല്ല, ശ്രീനാരായണ ഗുരുദേവ ഭക്തന്മാർ അധിവസിക്കുന്ന എല്ലാ മേഖലകളിലും, കേരളത്തിന് വെളിയിലും മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലാകെ ഇന്നത്തെ ദിനം സമുചിതമായി ആചരിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധഭവമേ സദാ. ഇവിടെ ശ്രീനാരായണ ഗുരുദേവന്റെ പവിത്രമായ പാദസ്പർശം ഏറ്റ പുണ്യസ്ഥലമാണ് എന്ന നമ്മുടെ ഉദ്ഘാടന പ്രഭാഷകൻ അദ്ദേഹത്തിൻ്റെ മധുരമായ ഭാഷയിൽ പറയുന്നത് കേട്ടു. ഈ പുണ്യഭൂമിയിൽ സംസാരിക്കാനായിട്ട്, അതും മഹത്തരമായ ലോകത്തിന് ഏറ്റവും വലിയ സന്ദേശം നൽകിയ ശ്രീനാരായണ ഗുരുദേവന്റെ ആശയം സംസാരിക്കാനായിട്ട് ഇവിടെ അവസരം തന്ന SNDP യോഗം 171ാമത് ജയന്തി ആഘോഷത്തിന് എന്നെ ക്ഷണിച്ച ഈ ക്ഷേത്രത്തിൻ്റെയും ശാഖയുടെയും ഭരണാധികാരികൾക്കും സകലർക്കും ഭഗവാന്റെ നാമത്തിൽ സാഷ്ടാംഗ നമസ്കാരം. ബഹുമാന്യ മുൻ വനംവകുപ്പ് മന്ത്രി രാജു അവരുകൾ, മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുള്ള ശ്രീ ദേവൻ പോറ്റി അവരുകൾ, മറ്റ് ഈ ഒരു മണ്ഡലത്തിലെ ഭരണസമിതി അംഗങ്ങൾ, മറ്റ് സഹോദരി സഹോദരന്മാരുടെ സുഹൃത്തുക്കളെ, ഇനി ഒരു മിനിറ്റ് പോലും സംസാരിക്കാനുള്ള അവസരമില്ല. കുട്ടികളൊക്കെ ക്ഷമയുടെ നെല്ലിപ്പല കടന്നിരിക്കാൻ. വാർത്തൻ PS, നിവേദിത SSLC +2 ഈ ശാഖയിൽപ്പെട്ട ക്ഷീരകർഷകൻ സച്ചു. എല്ലാവർക്കും സമ്മാനം. എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തി